ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്, അജൂസ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകാൻ പോണത് എൻ്റെ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ നമ്മുടെ കുറച്ച് തണ്ണിമത്തനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആക്സിഡൻറ്റ് അല്ല, ഞാൻ ഉപ്പയും ആ ചേച്ചി കൊന്നപ്പൂ കണ്ടില്ല നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇഷ്ടംപോലെ കൊന്നപ്പോയി മരത്തമ്മല്ല, ചേച്ചിമാരെ കയ്യിലാണ്. ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നു. എത്ര കാലമായി ക്രിക്കറ്റ് കളിച്ചിട്ട് എന്താ വൈബില്ല ഒരു എത്ര ചെക്കന്മാരാണ് ഇതല്ലേ സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും എന്ത് പറഞ്ഞു കഷ്ടപ്പെട്ടുണ്ടാക്കി പറഞ്ഞായിരുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെയാണ്. ഇത് എങ്ങനെ വണ്ടി അവിടെ നിർത്തുന്നത്? അവിടേക്ക് വണ്ടി ഇറങ്ങുമോ? അങ്ങനെ പോവാ? ഈ റൂട്ടിൽ കൂടെ അങ്ങോട്ട് തന്നെ ശരിയില്ല. ഈ ലെഫ്റ്റിൽ കൂടെ എങ്ങോട്ടെത്തും ഇതില്ലേ വാഹന ഇൻഷുറൻസ്? അല്ല, അത് അങ്ങോട്ടല്ലോ, ഇങ്ങോട്ടല്ലേ പോകണ്ട്. അത് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയല്ലേ വെച്ചത്. ഓൻ അങ്ങനെ പോയില്ലേ തൃത്താലേക്ക് എത്തും. എന്നിട്ട് ലെഫ്റ്റിക്ക് പോയാ വരെ. എന്നിട്ട് ലെഫ്റ്റിക്ക് പോയിട്ട് എങ്ങോട്ട് പോവാ? നമ്മുടെ സ്ഥലം ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഫാൻസ് നമ്മുടെ വീട് സെറ്റ് വീട്ടിലേക്കൊക്കെ വരും. പിന്നെ വീട്ടിലേക്ക് ഫാൻസ് ആയിരിക്കും. അയ്യോ, എത്ര ഹെൽമെറ്റ് അതായത് ഹെൽമെറ്റ് അല്ല, കരിങ്കണ്ണ നോക്കരുത് എന്നുള്ളതിന്റെ പുതിയ. പിന്നെ ഇത് വേറെ വഴിയാണ്. ലെഫ്റ്റോ ഇനിയിപ്പോ അതിനേ ഉള്ളൂ. വഴിയൊക്കെ തെറ്റി വണ്ടി തിരിക്കാൻ പറ്റാണ്ട് മമ്മാന് പറഞ്ഞ വഴിയിലൂടെ പോവുകയാണ് നമ്മൾ. വാവ്, വാട്ട് എ നൈസ്. അയാളെ ഓടണേ, അതിന്റെ ഓറ കാണട്ടെ. കേട്ടോ ഒരു ഓറ. അയാൾക്ക് ഇതേനെടുക്കാം അറിയാം. ഇയാള് ഈ ലെഫ്റ്റിക്ക് കയറിയാൽ നമുക്ക് സുഖമായി പോവാ. ഇയാളെന്താ നമ്മളെ ബാക്കിൽ ഇപ്പിക്കണ? ലെഫ്റ്റ് കയറി മച്ചോ. തട്ടിയില്ല പറഞ്ഞ ചെറിയ റോട്ടിലൂടെ നമ്മൾ പോവുകയാണ്. അതിസാഹസികമായിട്ട് ആ വണ്ടിനെ കടത്തി വിട്ടിരിക്കുന്നു. നമ്മള് ബാക്കിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇക്കും അറിയില്ലട്ടാ. ചാൽശ്ശേരിക്കാരനുമായ രണ്ടുപേർ പോയാൽ നമ്മൾ എത്തൂല. നമുക്ക് തിരിച്ചു പോകുന്നതാണ് ബെറ്റർ. എന്നിട്ട് അറിയുന്ന ഇതേക്കൂടി വഴി കൂടെ നമുക്ക് പോകുന്നതാണ് നല്ല ബെറ്റർ. ബാക്കൊക്കെ നോയിക്കോട്ടോ. നമുക്ക് എവിഡൻസ് ഉണ്ട്. നമ്മളങ്ങനെ വല്ല കക്കാൻ വന്നതാണ്. അങ്ങനെ നോക്കണ ചേച്ചി കട ട്രെൻഡ് പോയിട്ടാ അപ്പൊ നമ്മള് നമ്മുടെ ഞാനും കുപ്പിയും കൂടിയിട്ട് പാർട്ട്ണറായി ചെയ്യുന്ന തണ്ണിമത്തൻ. ഇപ്പൊ കുറെ നേരം തണ്ണിമത്തൻ പറഞ്ഞിട്ടിരിക്കുന്നു. ഇവിടെ വാട്ടർമെലൻ, ചക്കരമത്ത, തണ്ണിമത്തൻ, ബത്തക്ക, പിന്നെ കുമ്മട്ടിക്ക. ആ വണ്ടി അവിടെ ബ്ലോക്കാക്കി. നമുക്ക് ക്രിക്കറ്റ് കളി കാണാം, അതുപോലെ തണ്ണിമത്തനും കാണാം. തണ്ണിമത്ത ആയിട്ടില്ല, ആവണുള്ളൂ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പശുക്കളൊക്കെ കഴിക്കണം. സഹകരണ സ്ഥാപനമായിട്ടുള്ള ഇവിടെ ചെക്കന്മാരെ കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കണ്ടംകളിയാണ്. കണ്ടംകളി പക്ഷെ റൂൾസും സെറ്റും കണ്ടംകളി പോലെ തോന്നുന്നില്ല. കണ്ടത്തിലാണ് കളിക്കുന്നതെങ്കിലും ഒരു പക്ക ജെന്റിൽമാൻ കളികളാണ്. നൃത്തം കണ്ടാ അറിയാം. ഫോറായിട്ടുണ്ട്. ഞാനത് എടുക്കാൻ പോകണം പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നാലോ? എങ്ങോട്ട്? അങ്ങോട്ടേന് അതിന് ഇറങ്ങാൻ പറ്റുമേ? ഇറങ്ങാൻ പറ്റില്ലേ? അറിയില്ല. അതൊക്കെ അവിടെ തുറക്കാൻ പറ്റുമോ? മമ്മാനൊക്കെ ഇറങ്ങും. നമുക്ക് ഇറങ്ങാം. ഓഫ് ചെയ്തോട്ടെ വണ്ടി. ഇല്ലല്ലോ, ചായ എടുത്ത്. ആ നീ തണ്ണിമത്തൻ കണ്ടിട്ട് നോക്കാം ബാക്കി. അതുവരേക്കും ബൈ. ഇപ്പം നമ്മൾ പറമ്പിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. പറമ്പല്ല, പാടാണ് ഇത്. ആക്ച്വലി പാടത്ത് നല്ല സെറ്റ്. ഓ എന്താ വൈബില്ലേ, പശുക്കള്
രക്ഷയില്ല. പശുകളുണ്ട്, കിളികളുണ്ട്, അപ്പുറത്ത് ഇതാ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചാണമുണ്ട്, ചാണമുണ്ട് അത്ര. ആരും ചവിട്ടിയിട്ടുമുണ്ട്. അത് പശു തന്നെ ചവിട്ടിക്കണേ. അത് ചവിട്ടി പോയിട്ട് കാലൊക്കെ തുടക്കുന്നുണ്ട്. അതുമ്പോ പോയി ചവിട്ടി എന്നിട്ട് ചാടം ഇട്ടത്. അത് വെറുതെ ഒരു എടാ ഈ പശുവിന്റെ കയറ് ഇതുവരെ നീളുണ്ട് കേട്ടോ. പശു അങ്ങനെ സീനല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മക്ക് കാലുണ്ടല്ലോ, നമ്മൾ ഓടും. ചെരുപ്പ് കൈ പിടിക്കുക, ഓടുക. എടാ 2 പശുണ്ട്. കറുത്ത പശു സീനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുഞ്ഞു കയറേണ്ടി വരും. എടാ ഇത് തണ്ണിമത്തനല്ലല്ലോ, തണ്ണിമത്തനല്ല. നമുക്ക് ഇപ്പൊ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നോക്കാം. ഭയോ പതുക്കെ. അത് പൊളിക്കണ്ട, അപ്പോൾ കണ്ട അതൊക്കെ കണ്ട നല്ല ചീത്ത കിട്ടും. കുഴപ്പമില്ല, ഒരു ചീത്തല്ലേ, കേൾക്കാം. ഇതെന്താ സാധനം? ഇത് കുമ്പളങ്ങയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇതൊക്കെ വെള്ളരിക്കൊന്നും കാണാനില്ല. എന്നിട്ട് എടാ ഇത് കുമ്പളങ്ങടാ, ഇക്കറിയാം. അതെ, ഞാനും ഇപ്പം കൂടി പാർട്ട്ണറായി ചെയ്യണ സാധനമാണ്. അതുകൊണ്ട് ഇക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എന്താ വൈബ്. സൂര്യൻ പോയില്ലേ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും വന്ന് നമ്മളിവിടെ നാട്ടി വിടുമ്പോൾ എടാ പോയണന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടി വിടുമ്പോൾ നമുക്ക് അറിയാം ഇത് നമ്മുടെയാണോ നമ്മുടെ അല്ലേ എന്നുള്ളത് കാര്യം. ഇതാ പശു ഉണ്ട് ഇവിടെ, 2 പശു. ഒരു കറുത്തതും ഉണ്ട്, അതുപോലെ ഒരു വെളുത്തതും ഉണ്ട്. വെളുത്തത് കൊക്കുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ, വാട്ടർമെലൺ. കായൊന്നും കാണാനില്ലല്ലോ, ഇതൊന്നും ഇല്ലേ? പറ്റിച്ച നമ്മളെ. എടാ നമ്മളെ പറ്റിച്ചടാ, ഇതിലൊന്നും ഇല്ലടാ കായ. ഇവിടെ മത്തം കണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പറമ്പല്ലേ? ഇങ്ങോട്ട് തന്നെ വന്ന്. ഞാൻ സംഭവം ഇവിടേക്ക് വന്നിട്ടില്ല, ഇത് ആദ്യമായിട്ട് ചെയ്യണ സ്ഥലമാണ്. ഇവന്മാർ പറയുന്നുണ്ട് ഇത് ഇവിടെ തന്നെയാണ് എന്നുള്ളതൊക്കെ. അല്ല, നമ്മുടെ തന്നെയാണ് എന്നുള്ളത്. എന്തായാലും നോക്കി നോക്കാം. ഇതിൽ കായറ്റൊന്നും കാണുന്നില്ലേ? എന്തായാലും സെറ്റായിട്ടുണ്ട്. നല്ലൊരു വൈബ്, നല്ല കാറ്റും. വീട്ടിൻ്റെ ഉള്ളിൽ മാട്ട വെയിലത്തിരുന്ന് ചൂട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. ഇവിടെ നല്ല തണുപ്പില്ലേ? ശരി, ഉച്ചക്ക് പിടിയും വെയിലാവൂലേ? എന്ത് മണ്ടനല്ലേ? ഇതാ കണ്ടുപിടിച്ച് ഈ മോനെ. ഇത് ചെറുതട്ടോ, എന്നാലും കുഴപ്പമില്ല. ഉള്ളിലൊക്കെ ഉണ്ട്. ഇതാ പച്ച ഉണ്ട്, വെള്ള പറയാ, ഒരു കുറച്ച് ചെറിയൊരു വെള്ളമായിട്ടുള്ള ഇതുണ്ട്, ഒക്കെ ഉണ്ട്. എന്തല്ലേ ഫുള്ള്, ഇത് ഫുള്ള് ഏക്കർ കണക്കിന് ടണ്ണ് കണക്കിന് സാധനം എടുക്കണത് മൊത്തം. അത് ആയിട്ടില്ല. നമ്മള് ഇവിടെ ഇട്ട് ലേലം വിളിച്ച് വിൽക്കണാണ്. അതെന്താ അവിടെ ഷെഡോ? എൻ്റെ മോനെ വാപ്പ ഭയങ്കര വൈബ് പിടിച്ചിട്ടാലോ പച്ചക്കറി കൃഷി ചെയ്യണത്. ഷെഡ് അല്ല, ഇതിക്ക് എങ്ങനെ എൻട്രൻസ്? നമ്മളിപ്പോ വേലിയൊക്കെ തുറന്നിട്ടാണ് കേറി പോകുന്നത്. അങ്ങനെയാണ് കേറുന്നത്. ഇവിടെ എവിടെയും കാണുന്നില്ല എൻട്രൻസ്. പിന്നെ കവാടം പോലെ നമ്മുടെ തന്നെ പറമ്പാണോന്നും വലിയ പിടുത്തില്ല. ഇത് ഏത് എന്താ പല്ലി? അങ്ങനെ അപ്പോൾ തണ്ണിമത്ത ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമെന്നാണ് വിചാരം. ഇവർ വിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെവിടെ ഇട്ടിട്ടാണ് വിൽക്കാൻ പോണത്? അടുക്കളയിലോ? എടാ കാര്യത്തിൽ പറ. ഇങ്ങനെ അതൊക്കെ വാടിക്കണ. ഇവിടെ വെള്ളം കിട്ടിയില്ല കേട്ടോ. ഈ സൈഡ് കണ്ടോ? ഈ സൈഡിൽ ഇലൊക്കെ കണ്ടോ? ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ ഇങ്ങനെ എടുക്കണ. മറ്റേതൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട്. ഈ ലാസ്റ്റിക്ക് ചിലപ്പോ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടാവില്ല. പാർട്ട്ണറിന്റെ ശ്രദ്ധ എല്ലായിടത്തും എത്താൻ പറ്റണ്ടപ്പോ ഇത് വാപ്പാക്കൊരു ഉത്തരവാദിത്തമില്ല. വാടിയിട്ടുക ഒക്കെ. ഇതിവിടെ പകുതിയോളം വിത്ത് മുളച്ചിട്ടില്ല. വേണ്ട, ഇതാണ് ഉത്തരവാദിത്തമില്ല പറയണത്. മുളച്ചില്ല പിന്നെയും കുച്ചിടണം. ഇത് കുക്കുംബർ കുറേ ഉണ്ട്. അപ്പൊ നമ്മളവിടെ മത്തങ്ങ കണ്ട്. സൂര്യൻ അയ്യോ എൻ്റെ മോനെ, അവിടെ ക്രിക്കറ്റ് കളി, ഇവിടെ സൂര്യൻ പോണ്.
ഇവിടെ അതാ പച്ചക്കറി, അവിടെ പശുക്കൾ തിന്നണ്, ഇവിടെ അതാ ഷെഡ്, ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ പ്ലഗ് പോയിന്റോ ഉണ്ടെങ്കിൽ ചാർജും കുത്തിയിട്ട് ഒരു പാട്ടൊക്കെ ഫോണിൽ ഫുൾ ചാർജ് ആക്കിയിട്ട് അതുമല്ലൊക്കെ ചവിട്ടിയതാ അതിൻ്റെ അത് നട്ടലൊടിക്കുന്നത്. അപ്പോൾ അത് കണ്ടാണ്ടല്ലോ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് HD ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടും നല്ല വീട്ടിലെത്തി വീഡിയോ അപ്ലോഡ് ആയിട്ട് കാണുമ്പോൾ നല്ല പാരഡിക്ക് കിട്ടും. അപ്പോൾ ഒരു ഫുള്ള് സ്പീക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നൈസ് മെലഡി സോങ് ഒക്കെ കേട്ടിട്ടേ ഷെഡിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന വൈബില്ലേ, ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ ഒരു പരിപ്പാടി. എന്താ കുഴി ഇവിടെ എന്ത് മാന്തി ഉണ്ട്, ആയണോ ഇവിടെ മാങ്ങ. ഹായ് ഇതിൻ്റെ മോന് വേറെ എന്തെങ്കിലും വേണോ? സ്വർഗം, ഇഷ്ടം പോലെ മാങ്ങ. അപ്പുറത്തെ ഏതോ പറമ്പിലാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇതെന്താണ്? കുപ്പി വെള്ളം കുപ്പികളാണ്. ഇവിടെ അങ്ങനത്തെ വെള്ളം കുപ്പികളല്ല കേട്ടോ, വെള്ളം ദായിക്കാനുള്ള കുടിക്കാനുള്ള ഷർട്ട്, എന്താ വെള്ളരിക്ക, നാളെ വിഷുവിനുള്ള ഇതെന്ത് ഇത് കേട് വന്നാലോ. രണ്ടാൾക്കൊക്കെ ഇരിക്കുക, ബലുണ്ടോ? സെറ്റ്. ഇതിൻ്റെ അടിഭാഗത്ത് സ്പേസ്, ഒരു രണ്ടെണ്ണത്ത് പൊട്ടിക്കടാ. എന്നാലും ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നിന്നുള്ള വൈബ്, ഒരു വ്യൂ നോക്ക്. ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സൂര്യ, അവിടെ നിന്ന് ക്രിക്കറ്റ് കളിയുടെ സൗണ്ട്. ഇവിടെ അവിടെ പടക്കം എന്തൊക്കെ പൊട്ടിക്കുണ്ടാകുള്ള തിരക്കിലാണ്. ഇത് കയ്യിലിട്ട് അതേ, ഓ കമ്പൂത്തി. ഇത് മറ്റേ സാധാ പടക്കല്ല, പന്നിപ്പടക്കാണ്. കയ്യിലൊക്കെ ഇരുന്ന് അല്ല, ഓലപ്പടക്കത്തിൽ തന്നെ പലതരം ഉണ്ട്. പന്നിപ്പടക്കം, ലോക്കൽ സാധനം, 1 രൂപയുടെ 2 രൂപയുടെ, ഇത് 15. ഇത് ചെറുതാട്ടോ. എടാ ഇത് കുറച്ച് നീക്കുന്നത്, എനിക്ക് പേടിയാ. അങ്ങനെ ഒന്നും അറിയരുത്. സാധിക്കുന്ന അവിടേക്ക് ഇടണ്ട. അവിടെ വല്ല ഉണക്കലൊക്കെ ഉണ്ട്, ഉണങ്ങിയ പട്ടൊക്കെ ഉണ്ട്, തീ പിടിച്ചാലോ. വേറെ എവിടേക്ക് പച്ചപ്പുല്ലിന് കിട്ടോ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. നിക്ക് ഇട്ടോ ഇപ്പം ലൈവ്. യാടാ പായാ, അതും പോയി ഇതും പോയി, ഒക്കെ പോയി. മതിട്ടാ. ഇനി അടിയിട്ട് അലമ്പാക്കി ചക്കന്മാരി ആകെ പുകാക്കി. പിന്നെ പടക്കട്ട പിന്നെ മരുന്നല്ലാതെ അങ്ങനെ. അപ്പം ഇനി നമുക്ക് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ പൊട്ടിക്കാനാവൂല്ലേ? ഉമ്മ പറഞ്ഞു ഇവിടെ വലുത് എവിടെ ഉണ്ട്, ഇതിപ്പോൾ എവിടെയെന്ന് പറയാതെ ഇപ്പോൾ എവിടെ ചെറിയ തപ്പ് നമ്മൾ. പയർ ഇതാണല്ലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടവിടെ, മത്തങ്ങ കുഴിച്ചിട്ടുണ്ട്, കുമ്പളങ്ങ കുഴിച്ചിട്ടുണ്ട്, വെള്ളരിക്കൊക്കെ ഉണ്ട് പറഞ്ഞ് കാണാമല്ലോ. തണ്ണിമത്ത 2 കളർ നമ്മൾ കണ്ടു. പിന്നെന്താ, പച്ചയും കണ്ടു, വെള്ളയും കണ്ടു. അതിൽ തന്നെ ഉള്ളിൽ ചുവപ്പുള്ളതുണ്ട്, അതുപോലെ ഓറഞ്ച്, മഞ്ഞ, 3 കളറുണ്ട്. ഇതൊക്കെ ഇതൊക്കെ ചെറിയ കുട്ടി സാധനം, ചെറിയ സാധനം. നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ട് കുറേ സാധനങ്ങൾ കണ്ടു. ഇവിടെ പയർ, നാളെ വിഷു ആയതുകൊണ്ട് പയർ കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നാൽ ആകെ അടിത്തല്ലായിരുന്നു പയറിനെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തിനാ വെറുതെ അവിടെ പോയി പണിയെടുക്കണില്ലേ? ഇതൊക്കെ നോക്കി നിർത്തി കഷ്ടപ്പെടണം. കഷ്ടപ്പാട് കയ്യിലും കൊണ്ടിട്ടേ ചില സമയത്ത് നല്ല വില കിട്ടും, ചില സമയത്ത് അങ്ങനത്തെ ഒരു മേഖലയാണ്. പക്ഷേ മലേഷ്യക്കാരനായ 30 വയസ്സുകാരന് പെണ്ണാലേക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ വലുത്, പക്ഷെ ഇത് അത്ര വലുതായിട്ടില്ല, എന്നാലും കുറച്ചുകൂടി വലുതാവാണ്ട്. ആ സാധനങ്ങളൊക്കെ നല്ല ചുവപ്പും നല്ല മധുരമുള്ള സാധനങ്ങൾ. അതൊന്നും വേണ്ട, ഈ വലിയ ക്യാമറമാനെ വേണ്ട. അങ്ങോട്ട് വാ. ഇവിടെ വെണ്ടക്കൊക്കെ ഉണ്ട്, വെണ്ടുണ്ട്, കുമ്പളം, പയറ്, തണ്ണിമത്തൻ 2 തരം, 5 ഐറ്റായി. എടാ അങ്ങനെ ഒന്നും എടുക്കലടാ. പിന്നെ അത് ഇടുമ്പോ ഓരോരുത്തർ ഫോൺ തല തിരിച്ച് പിടിച്ച് നോക്കി കാണുമോ? ക്യാമറ കൊടുത്ത് 10,000 രൂപ. ഫ്രഷ് പയറ്, അതാവും പയറ് തന്നെ, പച്ച പയറ് തന്നെ പൊട്ടിച്ചിട്ട്. അതായത് റെക്കോർഡ് ആയിട്ടില്ലല്ലോ. ആയല്ലോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അത് തുപ്പി എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതില്ലേ, ഇത് ഓറഞ്ച് കളറാണ് ഈ സാധനം. ഓറഞ്ച് കളറുള്ള തണ്ണിമത്തനാണ്. ഓറഞ്ച് മഞ്ഞുണ്ട്, ഇത് യെല്ലോ ആണ്. നോക്കി നോക്ക്, അത് വെറുതെ കുഴിച്ചിട്ടതാണ്, അല്ല വെറുതെ കുത്തി വെച്ചതാണ്. എല്ലാം ഉണ്ട്. പക്ഷെ ആ കളറ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിന്നുണ്ടായി. അതുപോലെ ഇവിടെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. വെണ്ടക്കൊക്കെ പൊട്ടിച്ചിരിക്കണം ഇന്ന് രാവിലെ. അതിന്റെ പാടുകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്.
എല്ലാം പൊട്ടിച്ചിട്ട് അവിടെ ഒക്കെ വലുതുണ്ടല്ലോ അത് കണ്ടില്ലാണോ? ഇത് 2-3 ദിവസത്തിന് പൊട്ടിക്കണ്ടാവില്ല. ആ തരത്തിൽ പൊട്ടിച്ച് ഇതാക്കിക്കണം. ഞാൻ പറയണതിനനുസരിച്ച് വീഡിയോ പിടിക്കണം. വെണ്ടക്ക ഈ ഒരു സൈഡും ഉണ്ട്, അതുപോലെ പയറ് ആ ഒരു സൈഡും ഉണ്ട്. ഏത് മണ്ടന്മാരാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് കാണുന്നവർ നമ്മളെന്നെ വീഡിയോ എടുക്കണം. അങ്ങനെയല്ല. ആ ഇതൊക്കെ കുക്കുംബർ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇല്ല, 1 2 3. അത് കുക്കുംബറാന്ന് തോന്നുന്നു. ഈ കുക്കുംബർ വേണമെങ്കിൽ പൊട്ടിച്ചിരുന്നു. നല്ല ഫ്രഷ്, ഗാർഡൻ ഫ്രഷ്. ഇതൊക്കെ മൂത്ത് കഴിഞ്ഞിക്കണേ, ചെറുതുണ്ടാവും, നല്ല കുട്ടി സാധനല്ലേ. അത് എടുത്ത് പൊട്ടിച്ച് തിന്നാൻ നല്ല രസം. ഞാൻ പിന്നെ അതൊന്ന് പൊട്ടിച്ച് തിന്നോട്ടെ. ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? പാല് മേടിച്ചിട്ടില്ലേ? ആ അതെ ഫ്രഷ് സാധനം. ഫ്രഷല്ല അത്. അത് ഒരു കുത്തുണ്ട്, അത് വേണ്ട. വേറെ നല്ല ഇത് വെള്ളരിക്ക, വെണ്ടക്ക. വ്യാജമാണെന്ന് പറയും. കഴിഞ്ഞു തുടങ്ങിയോ? നമുക്ക് ഇവിടെ ഒക്കെ കാണണ്ട. വെള്ളമൊക്കെ ഫസ്റ്റ് ബൈറ്റ്. ഓ ക്യാമറമാന് ഒരെണ്ണം കൊടുക്കാം. അവിടെ തന്നെ നിൽക്ക്. എൻ്റെ തലയുടെ ബാക്കിൽ സൂര്യൻ, അന്യായ ഫ്രെയിം. എനിക്ക് ഇങ്ങനത്തെ ഫ്രെയിം നല്ല ഇഷ്ടം. അങ്ങോട്ട് നോക്കാം. അവിടെ നമുക്ക് വെള്ളരി കാണാൻ പറ്റും. ഇത് നമ്മുടെ പറമ്പ് തന്നെ അല്ലേ? നമ്മൾ കുറേ നേരം നടക്കണേ, ആരും കാണാനൊന്നുമില്ല. ഉപ്പ പറഞ്ഞ എല്ലാ സാധനങ്ങളും. നായ്ക്കള് മതി കഴിച്ചോ. ഞാൻ അവിടെ പോയിട്ട് വേറെ വല്ലതും കിട്ടുന്നോട്ടെ. ഇവിടെ ഒക്കെ പൊട്ടിച്ച് ഒരുവിധം കഴിഞ്ഞിരിക്കണം കേട്ടോ, കുക്കുംബറും സാധനങ്ങളൊക്കെ. അവിടെ തണ്ണിമത്തനൊക്കെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുമ്പളം, വെള്ളരി അല്ല, അതെ വെള്ളരി കേട്ടോ, നല്ല കണി വെള്ളരി. പക്ഷെ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഈ സാധനം എന്താ മുതൽ സാധനം, സെറ്റ് സാധനം. ഇതൊക്കെ നാളെ കണിയാണ്ടല്ലോ, 1 വർഷം തന്നെ സെറ്റായി. അജ്ജ സാധനം. ഇതൊക്കെ കാക്ക പോണു. കാക്കനെ കാണാമല്ലോ ഇതിൽ. അതാ കാണും. ഫോക്കസ് അവിടെ. ഇതെന്താണ് ഫോക്കസ് എവിടെ? നായ്ക്കളുണ്ട്, കൊറ്റികളുണ്ട്. ക്യാമറ അടിച്ചു പോയിട്ടോ. 1 2 3 നായ്ക്കളുണ്ട്. ഒരു കൊറ്റി അനാഥനായി നിൽക്കുന്നുണ്ട്. അതിന് ആരും കൂട്ടണില്ല തോന്നുന്നു. ഭയങ്കര ഷോക്കായിട്ടാണ് നിൽക്കുന്നത് കൊറ്റി. ഭയങ്കര തലൊക്കെ കുനിച്ച് എന്നെ ആരും കളിക്കാൻ കുട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പാവം കൊറ്റി. അതിന് ആരെങ്കിലും കാണണ്ട. അതിൻ്റെ ബന്ധുമിത്താതിരി ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് കൊണ്ടാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളരിക്ക, കണി വെള്ളരി. ഇവിടെ നിന്ന് പൊട്ടിച്ചില്ലേ? ഇതിലൊക്കെ ഉണ്ടല്ലോ വെള്ളരിക്ക. എന്താ പറഞ്ഞേ? വീഡിയോ നമ്മൾ തന്നെ കണ്ടിരിക്കേണ്ടി വരും, വേറെ ആരും കാണുന്നില്ല. ആര്? AJP കട്ട ഫാനാണെന്നാണ്. അതറ മണ്ട സ്ഥലം. വഴി നോക്ക്, വഴി ഓനെ പറഞ്ഞത്. അവിടെ വഴിയൊന്നുമില്ല, മൊത്തം അടച്ചു കെട്ടിക്കാണ്. അല്ല, അതും അടച്ചു കെട്ടിക്കന്നെയാണല്ലോ. ശരിയാണ്. ആ വണ്ടി കിട്ടോ? വെറുതെ അല്ലട്ടോ, 1 വർഷം ആകുമ്പോ ആ വണ്ടിയെ പൊളിഞ്ഞട്ടിട്ട് വല്ല പാട്ട വണ്ടി പോലെ ആയിക്കണേ. ഇനി അത് ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വണ്ടി മേടിച്ചു കൊടുത്താണ്. നല്ല വിലക്ക് എനിക്ക് നല്ല വണ്ടി മേടിച്ചൂടെ? 1100 രൂപയും ഒരു അടക്കിയും വെത്തിലും. ചെരുപ്പൊരു ചോട്ടിലടാ ഈ മണ്ടന്മാരെ കൊണ്ട്. ഈ ഫ്രെയിമേ ഒരു രക്ഷയില്ല, നല്ല ഇഷ്ടമായി. സൂര്യൻ പോയാലും ആ ചുവന്ന ഷെയ്ഡില്ലേ